ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 34-ാം സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ പ്രവാചകനും സങ്കീർത്തകനുമായ ദാവീദ് ഏറ്റുപറയുകയാണ്, കർത്താവേ, ഞാൻ എന്നും അങ്ങയെ പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിലുണ്ടായിരിക്കും. വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണിത്. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിലുണ്ടായിരിക്കും. ദൈവസ്തുതി നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയായി മാറണം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റു നിൽക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. വരിക പരിശുദ്ധാത്മാവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളുടെ മേലും മഹത്വത്തോടെ വരണമേ, ശക്തിയോടെ വരണമേ. ഞങ്ങളെല്ലാം ഞങ്ങളുടെ അഭിഷേക സാന്നിധ്യത്താൽ ശക്തീകരിക്കപ്പെടട്ടെ. ഓ സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മനിറവിൽ നമ്മൾ ഒരുമിച്ച് പാടി സ്തുതിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്തുതി ആരാധനയിൽ പ്രത്യേകമായി നമുക്ക് ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പുതിയ മുഖം വെളിപ്പെടുവാൻ ദൈവജനമെന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ഹല 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 ഹല്ലേലൂയ. കരമടിച്ച് എല്ലാവരും ആനന്ദത്തോടെ ചേർന്ന് പാടുന്നു. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. ചേർന്ന് പാടിയേ, എല്ലാവരും അത് നിറയട്ടെ. കുടുംബങ്ങളിൽ ഈ അഭിഷേകം കത്തിപ്പടരട്ടെ. അഭിഷേകം അഗ്നിനാവുകൾ എന്നിൽ പതിക്കുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. യേശുവിൻ വരവിൻ സമയമത, അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10,000 ശക്തിപ്പെടുത്തണമേ. ലോകത്തെ മുഴുവനും ഉണർത്തുകയാ. തന്റെ മണവാട്ടിയാകും തിരുസഭയെ കൈകൾ നീട്ടിയൊരുക്കുകയാ. കർത്താവേ, ഞങ്ങളെല്ലാം നീ ഒരുക്കണമേ. വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാവരും അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും. കാര്യങ്ങൾ ഉയർത്തി പാടുന്നു. അഗ്നിനാവുകൾ എന്നിൽ നിറയുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ പതിക്കുകയാ. അഗ്നിജ്വാലകൾ എന്നിൽ നിറയുകയാ, അഗ്നിജ്വാലകൾ എന്നിൽ പതിക്കുകയാ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം, അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിമഴ പെയ്തിറങ്ങും. ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നു. ആഗോള സഭയ്ക്ക് വേണ്ടി, സഭയുടെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവജനം മുഴുവനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി സഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഗ്നിയായി കത്തിപ്പടരുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ആഗോള സഭയുടെ മേൽ വരിക. സഭയുടെ ശുശ്രൂഷകളിൽ, പ്രവർത്തനങ്ങളിൽ പുത്തൻ അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവജനം മുഴുവൻ പരിശുദ്ധാത്മാവിൽ ഉണരട്ടെ. വിശുദ്ധിയോടെ ജീവിക്കാൻ, കൃപയോടെ ജീവിക്കാൻ, അനേകരുടെ വിശുദ്ധീകരണത്തിനായി സ്വന്തം ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനുള്ള കൃപ നൽകി 10,000 അഭിഷേകം ചെയ്യണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്. അന്ധകാര കെട്ടുകൾ, അന്ധകാര ആധിപത്യങ്ങൾ, അന്ധകാര പ്രഭുത്വങ്ങൾ, അന്ധകാര ശക്തികൾ, നാരകീയ സ്വാധീനങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ അനന്തമായ യോഗ്യതകളാൽ നിർവീര്യമാകട്ടെ. ഈ
ഇരു കരങ്ങളും ഉയർത്തി എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്, കൃപയുടെ മണിക്കൂറുകളാണ്. അനേകം ആയിരങ്ങളിൽ കർത്താവ് ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. സകല വ്യക്തികളും ആത്മാവിൽ നിറയട്ടെ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഈ ആത്മീയ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ ആബാപിതാവേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. സ്പിരിറ്റ് മൂവ്. ത്രിയേക ദൈവമേ, പരിശുദ്ധ ത്രിത്വമേ, അങ്ങയുടെ മഹത്വത്താൽ ഞങ്ങളെ മൂടണമേ. അവിടുത്തെ തേജസ്സിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലവിധത്തിലുള്ള തകർച്ചകളിൽ വേദനിച്ചിരിക്കുന്ന അനേകം ആയിരങ്ങളെ കർത്താവ് തന്റെ സാന്നിധ്യത്താൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഗോഡ് ബ്ലെസ്, ബ്ലെസ്. സഹോദര സ്വീകരിച്ചു പ്രാർത്ഥിച്ച്, സഹോദരി ഏറ്റെടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം. കരമയ്ക്കണമേ, കരമയ്ക്കണമേ, കരമയ്ക്കണമേ. ദൈവവചനത്തിന്റെ സത്യങ്ങൾക്കായി ഹൃദയങ്ങളെ തുറക്കണമേ. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഇന്നത്തെ സകല ശുശ്രൂഷകൾക്ക് വേണ്ടി, ഞങ്ങളെല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ എളിമയോടെ നമുക്കായിരിക്കാം. കാലത്തിന്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രാധാന്യത ഈ വിഷയത്തോളം ബന്ധത്തിൽ നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അതിന് സമാപന സന്ദേശത്തിലോട്ട് വരികയാണ്. പ്രവാചകന്മാരുടെ സാക്ഷ്യത്തെക്കുറിച്ചും മാലാഖമാരുടെ സാക്ഷ്യത്തെക്കുറിച്ചും കർത്താവായ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെ പഠിച്ചു. എന്നാൽ ഇന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് സഭയുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത്? സഭയുടെ സാക്ഷ്യം എന്താണ്? ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എന്താണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്? എഫേസസിലെ സഭയുടെ ശ്രേഷ്ഠന്മാരെ നോക്കി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭ. സഭയുടെ പ്രാധാന്യവും സഭയുടെ മഹത്വവും സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും വേണ്ട വിധം തിരിച്ചറിയണം. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്തതാണ് സഭയെ. അപ്പൊ എന്തുമാത്രം സഭയെ കർത്താവ് സ്നേഹിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം അളവിൽ സഭയെ സ്നേഹിക്കണം. കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത് സഭയിലാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ രേഖയിൽ അവിടെ തിരുസഭയെ കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ സഭ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ അവിടെ നമ്മുടെ വിളിയുടെ യുഗാന്തോന്മുഖമായ സ്വഭാവത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുക. മിശിഹായിൽ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് തിരുസഭയിലേക്കാണ്, തിരുസഭയിലേക്കാണ്. അപ്പൊ കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നത് സഭയിലാണ്. സഭയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആർക്കും മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ല. സഭ എന്നതിന്റെ അർത്ഥം എന്താണ്? കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥമായ യുകാറ്റിൽ ഈ ചോദ്യത്തിന് വളരെ മനോഹരമായി ഉത്തരം നമുക്ക് കാണാനായിട്ട് പറ്റും.
121 ചോദ്യത്തിന് ഉത്തരമായി സഭ പഠിപ്പിക്കുകയാണ്. സഭ എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ എക്ലീസിയ എന്നാണ് പറയുന്നത്. വിളിച്ചു കൂട്ടപ്പെട്ടവർ എന്നർത്ഥം. മാമോദീസ സ്വീകരിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മൾ എല്ലാവരും കർത്താവിൽ വിളിക്കപ്പെട്ടവരാണ്. നാം എല്ലാവരും ഒന്നിച്ച് സഭയാകുന്നു. സഭ എന്ന് പറയുന്നത് വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ്. സഭ ദൈവത്തിന്റെ ജനമാണ്. നമുക്കറിയാം, ഇന്ന് കർത്താവ് തന്റെ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ഈ ലോകത്തിന് വേണ്ടിയല്ല. പിതാവേ, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടി എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ സഭ എന്തുമാത്രം കർത്താവ് സ്നേഹിക്കുന്നു എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തോടുള്ള ബന്ധത്തിൽ, ഈ വിശ്വാസ സത്യത്തിൽ സഭയുടെ സാക്ഷ്യം, സഭയുടെ പ്രബോധനം, സഭയുടെ നിലപാട് വളരെ ശക്തമാണ്, ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? 673-ാമത്തെ ഖണ്ഡികയിൽ സഭ ശക്തമായി പഠിപ്പിക്കുകയാണ്, സ്വർഗാരോഹണത്തിന് ശേഷം ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ആഗമനം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല, എങ്കിലും ആസന്നമായിരുന്നു. യുഗാന്ത്യത്തിലുള്ള ആഗമനവും അതിന് മുൻപുണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏതു നിമിഷത്തിലും ഇത് നിറവേറിയേക്കാം. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ച് സഭ പറയുന്നത് അത് താമസിക്കാം, പക്ഷെ ഏതു നിമിഷത്തിലും ഇത് സംഭവിക്കാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം ഏതാനും വ്യക്തികളുടെ കണ്ടുപിടുത്തമല്ല, അത് ഒരു വ്യക്തിപരമായ വെളിപാടല്ല, അത് സഭയുടെ വിശ്വാസ സത്യമാണ്. ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, നമ്മൾ ഈ വിശ്വാസ സത്യം ധ്യാനിക്കുന്നത്, പഠിക്കുന്നത് ക്രിസ്തുവിന്റെ ആഗമനം എന്ന് സംഭവിക്കും എന്നറിയാനല്ല, കാലത്തിന്റെ അടയാളങ്ങളിലൂടെ, ആനുകാലിക സംഭവങ്ങളിലൂടെ, ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, ഒപ്പം അനേകരെ വിശുദ്ധീകരിച്ച് അവരെ ദൈവരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി നേടുവാനായിട്ടാണ്. വീണ്ടും അന്ത്യവിധിയോടുള്ള ബന്ധത്തിൽ സഭ വീണ്ടും പഠിപ്പിക്കുകയാണ്. 1038-ാമത്തെ ഖണ്ഡികയിൽ അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനമുണ്ടാകും. കബറിടങ്ങളിലുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ സ്വരം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരികയും ചെയ്യുന്ന മണിക്കൂർ ആയിരിക്കും അത്. അപ്പോൾ ക്രിസ്തു തന്റെ മഹത്വത്തിൽ സകല മാലാഖമാരോട് കൂടെ വരും. സഭ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അപ്പോൾ ക്രിസ്തു തന്റെ മഹത്വത്തിൻ സാന്നിധ്യത്തിൽ സകല മാലാഖമാരോടുകൂടെ വരും. വീണ്ടും 1040-ാമത്തെ ഖണ്ഡികയിൽ വീണ്ടും സഭ പഠിപ്പിക്കുന്നു, ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ അന്ത്യവിധിയുണ്ടാകും. ആ ദിവസവും മണിക്കൂറും പിതാവിന് മാത്രമേ അറിയാവൂ. അവിടുന്ന് മാത്രമാണ് ആ വരവിന്റെ നിമിഷം നിശ്ചയിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ നമുക്ക് നല്ല അടിസ്ഥാനമുണ്ടാകണം. യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം എന്ന് സംഭവിക്കും, അതാർക്കും പറയാൻ സാധ്യമല്ല. സഭയ്ക്ക് പോലെ അത് അറിയത്തില്ല, സഭാ നേതൃത്വത്തിന് അറിയത്തില്ല, മുഖ്യ ദൂതന്മാർക്ക് അറിയത്തില്ല, സ്വർഗത്തിലെ ഒരു ദൈവദൂതന് പോലും അറിയത്തില്ല. എന്തിന്? കർത്താവായ ഈശോയ്ക്ക് പോലും അറിയത്തില്ല എന്നാ അവൻ പഠിപ്പിച്ചത്. അത് പിതാവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഇതിന്റെ പുറകെ പോയി നമ്മൾ സമയം കളഞ്ഞ് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ കർത്താവ് തരുന്ന മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്ത് സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി മുട്ടുമടക്കി, ചങ്ക് പൊട്ടി, കൈവിരിച്ച് പരിത്യാഗത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ സത്യത്തെക്കുറിച്ച് അപ്പോസ്തലന്മാരെന്താണ് പറയുന്നത്? അപ്പോസ്തലിക ലേഖനങ്ങളിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം കർത്താവിന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വചനത്തിൽ
അപ്പോസ്തലനായ യാക്കോബ് പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദീർഘക്ഷമയും ദൃഢചിത്തരുമായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ ദീർഘക്ഷമയുള്ളവരും ദൃഢചിത്തരുമായിരിക്കണം, കാരണം കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു. യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലനോട് വരാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നു പൗലോസ് ശ്ലീഹ. എന്താണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? തെസ്സലോനി സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 23-ാം വചനത്തിൽ വചനം പറയുന്നു, സമാധാനത്തിന്റെ ദൈവം ഉടനെ തന്നെ നിങ്ങളെ വിശുദ്ധീകരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും മുഴുവൻ പൂർണ്ണമായും അവികലവും നിർമ്മലവുമായിരിക്കാൻ ഇടയാകട്ടെ എന്ന് വിശ്വാസ സമൂഹത്തെ നോക്കി പൗലോസ് ശ്ലീഹ ആശംസിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാൻ പറ്റും, പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിലോട്ട് വാ. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് ശ്ലീഹ എന്താ പറയുന്നത്? താൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 13-ാം വചനത്തിൽ ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ പ്രത്യാശയർപ്പിക്കുകയും ചെയ്യുവിൻ. എന്റെ സഹോദര സഹോദരി, നമ്മുടെ പ്രത്യാശ ഈ ലോകമല്ല, നമ്മുടെ പ്രത്യാശ ഈ ലോകം തരുന്ന നേട്ടങ്ങളല്ല, ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളല്ല, സുഖസൗകര്യങ്ങളല്ല, ഈ ലോകത്തിലെ ഒന്നുമല്ല. നമ്മുടെ ജോലിയോ ബിസിനസ്സോ കറൻസിയോ ഒന്നുമാകരുത്. ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ അവന് ലഭിക്കാൻ പോകുന്ന, അവൾക്ക് ലഭിക്കാൻ പോകുന്ന നിത്യജീവനാണ്. ഇതാണ് പത്രോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുവിൻ. അപ്പോസ്തലനായ യോഹന്നാൻ എന്താണ് പറയുന്നത്? യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 28-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുവാനും അവന്റെ മുൻപിൽ നമ്മൾ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ, ക്രിസ്തുവിൽ വസിക്കുവിൻ. യൂദാസ് ശ്ലീഹ എന്താ പറയുന്നത്? യൂദാസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വചനത്തിൽ വീണ്ടും വചനം പ്രഖ്യാപിക്കുന്നു, കണ്ടാലും തന്റെ വിശുദ്ധരുടെ 10,000-ങ്ങളോടുകൂടെ അവിടുന്ന് ആഗതനായിരിക്കുന്നു. വിശുദ്ധരുടെ 10,000-ങ്ങളോടുകൂടെ. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം എത്ര ശക്തമാണ് പ്രിയപ്പെട്ടവരെ. ഈ വിശ്വാസ സത്യത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധ കുർബാനയുടെ സാക്ഷ്യം എന്താണ്? സീറോ മലബാർ സഭയുടെ ആരാധന ക്രമത്തിൽ നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ കുർബാനയുടെ മധ്യേ വിശ്വാസികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ മഹത്വപൂർണനായി പ്രത്യക്ഷനാകുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ, ആമേൻ എന്ന് ഓരോ കുർബാനയും മധ്യേ വിശ്വാസികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുക. വീണ്ടും നമുക്ക് കാണാം, സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ സഭ ഏലിയ ശ്ലീഹ മൂശക്കാലം, കർത്താവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ചുള്ള പ്രത്യാശ ദൈവജനത്തിന് നൽകുവാൻ സഭ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന കാലമാണ് ഏലിയ ശ്ലീഹ മൂശക്കാലം. സംശയമുള്ളവരെ, നിങ്ങൾ കുർബാന ടെക്സ്റ്റ് എടുക്കണം, നിങ്ങൾ നോക്കണം എത്ര കൃത്യമായിട്ട് സഭ ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ലത്തീൻ റൈറ്റിലെ കുർബാന ക്രമത്തിലോട്ട് നമുക്ക് വരാം. എനിക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായൊരു പ്രാർത്ഥനയാ. അവിടെ വിശ്വാസികൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അവിടുത്തെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ വരവനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ജനകോടികളാണ് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ എല്ലാ ദിവസവും ഇത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ വരവനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. സീറോ മലങ്കര സഭയുടെ ആരാധന ക്രമത്തിലും കുർബാന ക്രമത്തിലും നമുക്കിത് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നിന്റെ വരവനായി ഞങ്ങൾ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുമാത്രം പ്രത്യാശ നൽകുന്ന കാര്യമാണ് വിശുദ്ധ കുർബാനയുടെ സാക്ഷ്യം. ഈ വിശ്വാസ സത്യത്തെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. വിശുദ്ധരെന്താണ് സാക്ഷി നൽകിയിരിക്കുന്നത്? നമുക്കറിയാം, ദൈവകരുണയുടെ അപ്പോസ്തല എന്ന് സഭ വിശേഷിപ്പിക്കുന്ന വലിയ വിശുദ്ധയാണ് ഫൗസ്റ്റീന. ഈ സഹസ്രാപദത്തിന്റെ വിശുദ്ധയാണ്. ഇത് ഫൗസ്റ്റീനയ്ക്ക് ദൈവം കൊടുത്ത
ആ കരുണയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അടങ്ങിയൊരു പുസ്തകമാണ്. ഇതിൽ വളരെ വ്യക്തമായി 429 ഖണ്ഡികയിൽ കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനയോട് സംസാരിച്ചത് അവൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായും ശക്തമായും എന്റെ ആത്മാവിൽ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു. എന്റെ രണ്ടാം വരവനായി നീ ലോകത്തെ ഒരുക്കും. ഈ വാക്കുകൾ ഞാൻ കേൾക്കാത്തതുപോലെ നടിച്ചെങ്കിലും അതെന്നെ വല്ലാതെ സ്പർശിച്ചു. പക്ഷെ ഫൗസ്റ്റീന വളരെ വ്യക്തമായി നമ്മെ നോക്കി വിളിച്ചു പറയാ. കർത്താവ് അവളോട് പറഞ്ഞു, ഫൗസ്റ്റീന, എന്റെ രണ്ടാം വരവനായി നീ ലോകത്തെ ഒരുക്കും. നീ ലോകത്തെ ഒരുക്കും. ഇത് വിശുദ്ധരുടെ സാക്ഷ്യമാണ്. വീണ്ടും ആ ഡയറിക്കുറിപ്പിൽ 848 ഖണ്ഡികയിൽ കാണാനായിട്ട് കഴിയും. എന്റെ മകളെ, സർവ്വലോകത്തോടും എന്റെ കരുണയെപ്പറ്റി പറയുക. മാനവകുലം മുഴുവനും എന്റെ അളവറ്റ കരുണയെ അറിയുവാൻ ഇടയാകട്ടെ. ഇത് യുഗാന്ത്യത്തിന്റെ അടയാളമായിരിക്കും. അതിനുശേഷം നീതിയുടെ സമയം ആഗതമാകും. കരുണയുടെ ഈ സമയത്ത് എല്ലാവരും എന്റെ കരുണയുടെ ഉറവയിൽ അഭയം തേടട്ടെ. പക്ഷെ ഫൗസ്റ്റീന നോക്കി കർത്താവ് പറയാ, എന്റെ കരുണയെ നീ ലോകത്തെ അറിയിക്കുക. ഇത് ഈ കാലഘട്ടത്തിനുള്ള അടയാളമാണ്. അതിനുശേഷം എന്റെ നീതിയുടെ സമയം വെളിപ്പെടും. സഭയിലെ മറ്റൊരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട്. ഈ വിശുദ്ധൻ എഴുതിയ മനോഹരമായ പുസ്തകമുണ്ട്, ട്രൂ ഡിവോഷൻ ടു മേരി. മലയാളത്തിൽ അതിനെ യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയാം. ഈ പുസ്തകത്തിൽ വിശുദ്ധ മോൺഫോർട്ട് വളരെ വ്യക്തമായി പറയുകയാണ്. എന്താണ് വിശുദ്ധൻ പറയുന്നത്? ക്രിസ്തു തന്റെ പ്രഥമ ആഗമനത്തിന് ഒരു മാർഗം സ്വീകരിച്ചു. അതാണ് മറിയം. അവിടുത്തെ രണ്ടാം ആഗമനത്തിലും അതേ മാർഗമായിരിക്കും അവിടുന്ന് സ്വീകരിക്കുക. പക്ഷേ അത് മറ്റൊരു ഭാവത്തിലാണെന്നു മാത്രം. ഇവരെല്ലാം ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാക്കന്മാരുടെ സാക്ഷ്യം, മാർപ്പാപ്പുമാരെന്താ പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ 2008 നവംബർ മാസം 12 വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ 10,000 നോക്കി പരിശുദ്ധ പിതാവ് വിളിച്ചു പറഞ്ഞു, വിതൗട്ട് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ദ വേൾഡ് വിൽ നോട്ട് ബി ജസ്റ്റ് ഓർ റിന്യൂഡ്. ക്രിസ്തു വരാതെ ഈ ലോകം നീതീകരിക്കപ്പെടുകയോ നവീകരിക്കപ്പെടുകയില്ല. എത്ര ശക്തമായ വാക്കുകളാ ബെനഡിക്ട് 16 മാർപ്പാപ്പ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ക്രിസ്തു വരാതെ ഈ ലോകം നീതീകരിക്കപ്പെടുകയോ നവീകരിക്കപ്പെടുകയോ ചെയ്യില്ല. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും മാർപ്പാപ്പ പറഞ്ഞു, ദൈവജനത്തെ നോക്കി ക്രിസ്തുവിന്റെ ഉയർപ്പിൽ നമുക്ക് ബോധ്യമുണ്ടാകണം. ഉദിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മൾ നിരന്തരം അനുഭവിക്കണം. 3 മാർപ്പാപ്പ പറഞ്ഞു, അവൻ മഹത്വപൂർണനായി വീണ്ടും വന്ന് അവന്റെ വിധിയെക്കുറിച്ച് നമുക്ക് ഉത്തമമായ വിശ്വാസം ഉണ്ടാകണം. ഇത് പറഞ്ഞ് മാർപ്പാപ്പ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 16 അധ്യായം 23 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ദൈവജനത്തെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുകയാണ്. അവിടെ പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവേ വന്നാലും. ആദിമ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു ഇത്. ഇത് പറഞ്ഞവർ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. മാറാനാത്ത, കം ജീസസ്, അവർ ലോർഡ് കം. കർത്താവേ വരണമേ, ഞങ്ങളെ കർത്താവേ വരണമേ. പൗലോസ് ശ്ലീഹ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ ജനത്തെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു, അവർ ലോർഡ് കം, കം ജീസസ്, കം ജീസസ്. ഞങ്ങളെ കർത്താവേ വന്നാലും, ഞങ്ങളെ കർത്താവേ വന്നാലും. സഭാപിതാക്കന്മാരെ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഒരു വലിയ സഭാപിതാവാണ് വിശുദ്ധ ജെറോം. സഭാപിതാവായ ജെറോം പറഞ്ഞു, കർത്താവിന്റെ ആഗമനത്തിൽ അവിടുത്തെ മഹത്വപൂർവമായ സാന്നിധ്യത്തിന് മുൻപിൽ വിശുദ്ധീകരിക്കപ്പെടാത്ത ആത്മാക്കൾ നിൽക്കുമ്പോൾ നിത്യ നരകാഗ്നിയിലെ യാതനയേക്കാൾ അസഹ്യമായിരിക്കും കർത്താവിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടുന്നത്. എത്ര ശക്തമായ ഭാഷയിലാണ് സഭാപിതാവായ സെന്റ് ജെറോം ഇത് പറഞ്ഞത്. മറ്റു പല സഭാപിതാക്കന്മാരും ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സഭയുടെ സാക്ഷ്യം ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ കുറിച്ച് സഭ എന്തു പറയുന്നു? സഭയുടെ പ്രബോധനം എന്താണ്?
ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. പൂർണ്ണമായും കർത്താവ് നൽകിയ ഈ മെസ്സേജ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പരിപൂർണമായും നവീകരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അനേകരെ കർത്താവിനായി വിശുദ്ധീകരിക്കുവാനും ഈ ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു തീരുമാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ സകല നിയോഗങ്ങളെയും തീരുമാനങ്ങളെയും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നിങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും തലമുറകളെയും നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.